നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ തുറന്നു. ആകെയുള്ള 27 ഷട്ടറുകളിൽ 2 ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്റർ ഉയർത്തിയത്. ഇതോടെ കനത്ത വേനൽ ചൂടിൽ വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളം ഒഴുകിത്തുടങ്ങി. വേനൽ മഴ വരും ദിവസങ്ങളിലും തുടർന്നാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. നിലവിൽ വേനലിന് കരുതലായി ഇത്തവണ വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലാണ്. ഷട്ടറുകൾ ഉയർത്തിയതോടെ വലവീശിയുള്ള മീൻപിടുത്തവും സജീവമായി. പിടിക്കുന്ന വിവിധയിനം മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും വെള്ളിയാങ്കല്ല് പരിസരമാണ്. സായാഹ്നം ആസ്വദിക്കാൻ വെള്ളിയാങ്കല്ലിലെത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു. ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ 82കാരി മരിച്ചു. പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ മാമി ഉമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തത്. മാമി ഉമ്മയുടെ പേരിലുള്ള 22 സെന്റ് സ്ഥലവും വീടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാലപ്പെട്ടി ശാഖയിൽ പണയം വെച്ച് ഇവരുടെ മകൻ 6 വർഷം മുമ്പ് 25 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. പിന്നീട് വിദേശത്ത് പോയ മകനെ 3 വർഷം മുമ്പ് കാണാതാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതേ സ്ഥലത്ത് തന്നെ ഇളയ മകൻ മറ്റൊരു വീട് പണിതു. മകനെ കാണാതായ സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ലോൺ കുടിശ്ശിക വന്നതിന് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോയത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ബാങ്ക് അധികൃതർ കിടപ്പിലായിരുന്ന മാമി ഉമ്മയെ ബലമായി പുറത്താക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബാങ്കുകാരോട് 2 ആഴ്ച സമയം ചോദിച്ചിട്ട് ഒരു സുഖമില്ലാത്ത പ്രായമായ ഒരു തള്ള കിടക്കുന്നുണ്ട് വീട്ടില്. ഒരു 2 ആഴ്ച സമയം ചോദിച്ചിട്ട് ബാങ്കുകാർ ഒരു കരുണയും കാണിച്ചില്ല. അവരൊരു അഴിഞ്ഞാട്ടായിരുന്നു. ആ തള്ളയെ പുറത്തെടുത്തിട്ടിട്ട് ആ വീട് ലോക്ക് ചെയ്തിട്ട് അവർ പോയത്. 22 സെന്റ് സ്ഥലത്തിൽ പുതുതായി പണിത വീട്ടിൽ താമസിക്കുന്ന സഹോദരനോടും കുടുംബത്തോടും 2 ആഴ്ചയ്ക്കകം വീടൊഴിയണമെന്നും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിശ്ശിക അടക്കം 42 ലക്ഷം അടയ്ക്കാനുണ്ടെന്നും 35 ലക്ഷം രൂപ അടച്ച് 1 ടൈം സെറ്റിൽമെന്റ് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് മാനേജർ അപേക്ഷ സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. 35 ലക്ഷം രൂപ അടക്ക എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാർ അത് സമ്മതിച്ചിട്ടില്ല. 29 ലക്ഷം രൂപയാണ് ലോൺ ഉള്ളത്. 25 for 29 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ 1 ഡേ സെറ്റിൽമെന്റിന് ഞങ്ങൾ തയ്യാറാണ്. അത് ബാങ്കുകാർക്കതില്ല. ബാങ്കുകാർക്ക് 41 lakhs തന്നെ അവർക്ക് കിട്ടണം നിർബന്ധം. അത് ഈ എറണാകുളം മാനേജർ സൂരജ് എന്ന് പറഞ്ഞ സാറിന് നിർബന്ധം. 1 രൂപ കുറച്ച് തരില്ല എന്നാ പറഞ്ഞത്. വസ്തുവിറ്റ് പണം തിരിച്ചടയ്ക്കാൻ കുറച്ച് ദിവസം കൂടി നൽകാൻ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ലെന്നും 42 ലക്ഷം രൂപ പൂർണ്ണമായും ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്ന അന്ത്യശാസനം നൽകിയ ബാങ്ക് അധികൃതർ കിടപ്പിലായ ഉമ്മയെ പുറത്താക്കി ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നു. മനോവിഷമം മൂലമാണ് ഇവർ മരിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ഒരു കരുണയും ബാങ്കിന്റെ ഭാഗത്തുണ്ടായില്ല. തള്ള ഇന്നലെ വലിച്ചു പുറത്തിട്ടു. തള്ളക്ക് സുഖമില്ലാതെ ഒരു ഇടയിലായിരുന്നു. ഇന്നലത്തെ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ തള്ളക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയത്. ആള് മരണപ്പെടുകയും ചെയ്തു. കോടതി ഫീസുകളിലെ വർധനവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനാചരണം നടത്തി. പട്ടാമ്പിയിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്യായമായും അശാസ്ത്രീയമായും വർദ്ധിപ്പിച്ച കോടതി ഫീസുകളിൽ പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചത്. കേരളത്തിലെ കോടതികളിൽ ഏപ്രിൽ 1 മുതൽ നടപ്പാക്കി വരുത്തിയ കോടതി ഫീസ് വർധനവിൽ പുനഃപരിശോധന നടത്തണമെന്നാണ് ആവശ്യം. ജുഡീഷ്യറി സാധാരണക്കാരന്റെ അത്താണിയായ മജിസ്ട്രേറ്റ് കോടതികളിൽ അവധി അപേക്ഷകൾക്ക് ഒരാൾക്ക് 20 രൂപയും ജാമ്യ ഹർജികൾക്ക് ഒരാൾക്ക് 50 രൂപയും സിവിൽ ഹർജികൾക്ക് 5 രൂപ ഹാജരാക്കുന്ന ഹർജികൾക്ക് ഒരു അപേക്ഷകന് 30 രൂപയും ജില്ലാ ജുഡീഷ്യറിയിൽ മുൻകൂർ ജാമ്യ ഹർജിക്ക് ഒരാൾക്ക് 200 രൂപയാക്കിയും സാധാരണ ജാമ്യ ഹർജികൾക്ക് ഒരാൾക്ക് 100 രൂപയാക്കിയുമുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. 100 മുതൽ 150% വർധനവ് വരുത്തി സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ സമരം പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. 5 രൂപയും 2 രൂപയും കോഫി ഉണ്ടായിരുന്നത് 300-ഉം 600-ഉം 1000% അധികം ഇപ്പോൾ ഈ ഏപ്രിൽ 1-ാം തീയതി കൂട്ടിയിട്ടുള്ളതാണ്. കക്ഷികൾക്കും വക്കീൽമാർക്കും ഉടമസ്ഥന്മാർക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസം നേരിടുന്ന
നേരിടുന്നതാണ് ഇത്തരമുള്ള അധികം പോസ്റ്റ് വാങ്ങുന്ന ഓർഡർ ആയിട്ടുള്ളത്. ഈ തീരുമാനം ഉടനടി പിൻവലിച്ച് സാധാരണ നിലയ്ക്കുള്ള ഒരു വർധനവിന് നമ്മൾ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. അഭിഭാഷകരും എല്ലാ കോർട്ട് സെന്ററിലും നാളെ ഇതേമാതിരി പ്രതിഷേധം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. യൂണിറ്റ് പ്രസിഡന്റ് ടി പി മനോജ് അധ്യക്ഷനായിരുന്നു. സി കെ രവീന്ദ്രൻ, പി ടി മുഹമ്മദ് കുട്ടി, സി സന്തോഷ്, ഇ പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വർഷങ്ങൾ നീണ്ട അപകടയാത്രയ്ക്ക് പരിഹാരമാകുന്നു. കൂടല്ലൂർ കുമ്മൻതോട് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച് വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ എങ്ങും എത്തിയിട്ടില്ല. പാലത്തിന് സമീപത്തുള്ള വളവിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് മാത്രമാണ് പ്രദേശത്തുണ്ടായ ഏക സുരക്ഷാ നടപടി. ഈ വർഷക്കാലം അത്രയും റോഡിലൂടെ അപകടയാത്ര നടത്തേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. 2019 പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വീണ്ടുകീറി. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽപ്പെടാത്തത് പ്രദേശത്ത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാത്രി സമയങ്ങളിലെ അപകട സാധ്യത ഇരട്ടിയാണ്. ഇതിനെല്ലാം പരിഹാരമായാണ് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. നിർമ്മാണ ജോലികൾ ആരംഭിച്ചതോടെ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. കുമ്പിടി ഭാഗത്തു നിന്നും തൃത്താല ഭാഗത്തേക്ക് തിരിച്ചും പോകുന്ന വാഹനങ്ങൾ ആനക്കര പടിഞ്ഞാറങ്ങാടി വഴിയും റൂട്ട് ബസ്, ചെറുവാഹനങ്ങൾ തുടങ്ങിയവ മണ്ണിയം പെരുമ്പലം മലമക്കാവ് റോഡ് വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലഹരിക്കെതിരെ കൊപ്പത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ നന്ദൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് നടത്തിയത്. യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ നന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇത്തരത്തിലുള്ളൊരു മാർച്ചുമായി, നൈറ്റ് മാർച്ചുമായി ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി, മാസങ്ങളായി കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന ഈ കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി, സാക്ഷരതയിൽ 100% അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ ഈ കേരളം എല്ലാ അർത്ഥത്തിലും 1ാം സ്ഥാനത്തെത്തി എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിൽ സാധാരണക്കാരന്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് സ്വൈര്യമായി വീട്ടിനകത്ത് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അതിന്റെ ഒരു കാരണം ഈ നാട്ടിലെ യുവജനതയെ കാർന്നു തിന്നുന്ന ലഹരിയാണ്. മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. വണ്ടുന്തറ രാജൻ, പരമേശ്വരൻ, മോഹൻദാസ്, ഗോപിനാഥൻ, മണികണ്ഠൻ, സതീഷ്, ജയൻ, ഉദയശങ്കർ, ഗോവിന്ദൻ, വിപിൻ ദാസ്, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം MMALP സ്കൂൾ കവുക്കോടിന്. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ജൈവ വൈവിധ്യ സംരക്ഷണം, ഹരിത പെരുമാറ്റച്ചട്ടം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുരസ്കാരത്തിന് സ്കൂളിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ഹരിത കേരള, കേരള മിഷൻ A+ ഗ്രേഡോടെ ഹരിത വിദ്യാലയമാണ് കവുക്കോട് സ്കൂൾ. പാലക്കാട് ജില്ലാ കളക്ടർ G. പ്രിയങ്കയിൽ നിന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ K. ബാബുനാസർ ഉപഹാരം ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, അസിസ്റ്റന്റ് ഡയറക്ടർ VK ഹമീദ ജലീസ, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ചന്ദ്രദാസ്, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി A. രാജേഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ R. ഉദയകുമാർ, ഹരിത കേരള മിഷൻ തൃത്താല ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ്, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ P. മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കറുകപ്പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. കറുകപ്പുത്തൂർ ചാത്തന്നംപാടത്തെ 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് കൃഷിയിറക്കിയത്.
തണ്ണിമത്തൻ, വെള്ളരി, കുക്കുംബർ, ചെരയ്ക്ക, പയർ, ചീര, മത്തങ്ങ, വെണ്ട, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വിഷരഹിത പച്ചക്കറി ജനങ്ങളിലെത്തിക്കുന്നതിനും തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനും അതുവഴി കേരളത്തിൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി ഉൽപ്പാദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുന്നോട്ടുവെച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. കറുകപ്പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരിയിൽ ആരംഭിച്ച കൃഷിക്ക് പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും നല്ല രീതിയിലുള്ള പിന്തുണ ലഭിച്ചു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ പ്രസിഡന്റുമായ PN മോഹനൻ നിർവഹിച്ചു. T രത്നകുമാറിന്റെ അധ്യക്ഷതയിൽ കറുകപ്പുത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP സലാം സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TR കിഷോർ, KV മൊയ്തുണ്ണി, സജീർ, KP ഉണ്ണികൃഷ്ണൻ, TP സെയ്തലവി, പ്രേംലാൽ, AP മണികണ്ഠൻ, PP ഷാജു, സുരേഷ്, ഗോപാലകൃഷ്ണൻ, തിരുമിറ്റക്കോട് സഹകരണ ബാങ്ക് സെക്രട്ടറി KK മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ജനജാഗ്രതാ സമിതി രൂപീകരണവും സംഘടിപ്പിച്ചു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ജനജാഗ്രതാ സമിതി രൂപീകരണവും PTA യോഗവുമാണ് സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഹരിഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു 2 മാസം കൊണ്ട് ഇതിന്റെ അതിപ്രസരം അതിഭയാനകമായിട്ട് സ്വന്തം അച്ഛനേതാ, അമ്മയേതാ, കുട്ടികളേതാ, ഭാര്യയേതാ, മക്കളേതാ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത് ഉപയോഗിച്ച് ലഹരി പിടിച്ചിട്ട് മതോന്മത്തരായിട്ട് അടിച്ചു കൊല്ലുന്നൊരവസ്ഥയാണ് കേരളത്തിൽ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ വിദ്യാസമ്പന്നരും സാംസ്കാരിക നേട്ടങ്ങൾ അങ്ങേയറ്റം കൈവരിച്ചു എന്ന് പറയപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഇതെല്ലാം നടക്കുന്നത്. PTA പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മുടെയൊക്കെ മക്കൾ, ചെറിയ മക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് മുതിർന്ന മക്കളുണ്ടാവും, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഉയർന്ന മക്കളായിക്കോട്ടെ, ഉയർന്ന പ്രായത്തിലുള്ളവരായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ പ്രായോഗിക തലം പറയുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരുടെയൊക്കെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അവരിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു 3-4 സുഹൃത്തുക്കളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. എവിടെ ആയിക്കോട്ടെ, ആ സുഹൃത്തുക്കളുടെ ഗൃഹപശ്ചാത്തലം, അവരുടെ അച്ഛനമ്മമാർ, ഒരു 3-4 സുഹൃത്തുക്കൾ നമ്മുടെ മക്കളാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ചോദിക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ നമ്മൾ കാണാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കണം, എടാ ഇപ്പൊ എന്താ ഇങ്ങനെ കാണുന്നില്ലല്ലോ, നീ ഇപ്പൊ കൂട്ടില്ലേ, ചോദിക്കണം. SMC ചെയർമാൻ കൃഷ്ണകുമാർ, ഹെഡ് മിസ്റ്റേഴ്സ് KM ഗിരിജ, യൂസഫ്, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇരിങ്കുറ്റൂർ തിരുമിറ്റക്കോട് ശ്രീ കോടല്ലൂർക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞത്തിന് തുടക്കമായി. ഏപ്രിൽ 6 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഭാഗവത മാഹാത്മ്യത്തോടെ ആരംഭിച്ച മഹായജ്ഞം ഏപ്രിൽ 13 സമാപിക്കും. യജ്ഞം നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വിഷ്ണു സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന, ഗ്രന്ഥപൂജ, തുടർന്ന് വൈകിട്ട് 6:30 വരെ പാരായണവും പ്രഭാഷണവും ഉണ്ടാകും. എല്ലാ ദിവസവും യജ്ഞാരംഭത്തിന് മുമ്പായി ഗണപതി ഹോമവും പ്രത്യേക പൂജകളുമുണ്ട്. 7 ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞവേദിയിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ, കർപ്പൂരം, ചന്ദനത്തിരി, വിളക്കെണ്ണ തുടങ്ങിയവ ഭക്തജനങ്ങളിൽ നിന്നാണ് സ്വരൂപിക്കുന്നത്. തൃശൂർ പാലക്കാട് സദ്ബോധനാഥാശ്രമം ആചാര്യൻ സ്വാമി ശങ്കര വിശ്വനാഥാനന്ദ സരസ്വതിയാണ് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളെയും മറ്റൊക്കെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ സർപ്പനാഡിയാണ്. മാത്രമല്ല നമ്മുടെ ഭൗതിക നേട്ടം മുതൽ സർവ നേട്ടങ്ങൾക്കും നമ്മളെ ആക്റ്റീവ് ആക്കുന്നത് ഈ നാഡികളാണ്. അതുകൊണ്ടാണ് സർപ്പദോഷം എന്ന് പറയുന്നത്. ആ സർപ്പത്തിനെ പൂജ ചെയ്താൽ സന്താനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ആ നാഡി ആക്റ്റീവ് ആക്കലാണ്. ഒരിക്കലും ഒരു പ്രഭാഷണ വേദിയിൽ ചോദിക്കേണ്ടായി, അല്ല സ്വാമിജി, സർപ്പത്തിനെ പൂജിച്ചാൽ മക്കളുണ്ടാകുമെങ്കിൽ സിംഹത്തിനെ പൂജിച്ചാൽ ഉണ്ടാകും. ചോദ്യം ശരി. സർപ്പത്തിനെ പൂജിച്ചാൽ ഇവിടെ സന്താനം ഉണ്ടാകുന്നതിന്റെ കാരണം സന്താന ഉൽപാദനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന 2 നാഡികൾ നീക്കാപ്പോഴാണ് അത് സംഭവിക്കാതിരിക്കുന്നത്. ആ 2 നാഡികളെ ആക്റ്റീവ് ആക്കുമ്പോൾ സന്താനം ജനിക്കും. ഇതാണ് ഇതിന്റെ കാരണം. അല്ലാതെ എഴുതി നടക്കുന്ന സർപ്പവുമായിട്ട് ബന്ധവുമില്ല. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.
ന്യൂസ്.